എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസിന് തുടക്കമായിരിക്കുന്നു. കേരളത്തിന്റെ മൂന്നാമത്തെ വന്ദേ ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതുൾപ്പെടെ ഇന്ന് 4 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് ആണ് പ്രധാനമന്ത്രി വാരണാസിയിൽ നിർവഹിച്ചത്. सौभाग्यशाली क्षणों का स्वागत अभिनंदन करें। भारत माता की, भारत माता की, भारत माता की। आज भारत के रेल इतिहास में एक और स्वर्णिम अध्याय जुड़ गया है। जोरदार तालियों से इन ऐतिहासिक क्षणों का अभिनंदन करें। एर्नाकुलम, बेंगलुरु, फिरोजपुर और लखनऊ से सहारन वंदे भारत एक्सप्रेस ट्रेन सेवाओं का एक साथ രാജ്യത്താകെ 160 വന്ദേ ഭാരത് സർവീസുകൾ നടത്തുന്നതായും അടിസ്ഥാന സൗകര്യ വികസനം, വികസിത സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തുന്നതായും മോദി പറഞ്ഞു. आज देश के अलग अलग हिस्सों में नई वंदे भारत ट्रेनों की शुरुआत हो रही है। काशी से खजुराहो वंदे भारत के अलावा फिरोजपुर दिल्ली वंदे भारत, लखनऊ सहारनपुर वंदे भारत और एर्नाकुलम बेंगलुरु वंदे भारत, इसको भी हरी झंडी दिखाई गई है। इन 4 नई ट्रेनों के साथ ही अब देश में 160 से ज्यादा नई वंदे भारत ट्रेनों का संचालन होने लगा है। मैं काशी वासियों को, सभी देशवासियों को इन ट्रेनों की बहुत बहुत बधाई देता हूं। साथियों, आज वंदे भारत, नमो भारत और अमृत भारत जैसी ट्रेनें भारतीय रेलवे की अगली पीढ़ी की नींव तैयार कर रही है। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തതോടുകൂടി കേരളത്തിലെ വന്ദേ ഭാരതുകളുടെ എണ്ണം 3 ഉയരുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി നവമി ദിനേശാണ് ചേരാൻ പോകുന്നത്. അതിനു മുമ്പ് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വന്ദേ ഭാരതുമായി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുമ്പോൾ, ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു ശരീരത്തിലെ നാഡീഞരമ്പുകൾ പോലെയാണ് ഇന്ത്യൻ റെയിൽവേ എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറ്. അതായത് ഇന്ത്യയുടെ എല്ലാ മേഖലകളെയും റെയിൽ പാതകളാൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. കാലാനുസൃതമായി റെയിൽവേ മേഖലയിൽ പുരോഗമനം കൈവരിച്ചുകൊണ്ടിരിക്കാറുണ്ട്. സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൽക്കരി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ട്രെയിനുകളിൽ നിന്ന് പിന്നീട് ഇലക്ട്രിക് ലൈനിലൂടെയുള്ള ട്രെയിൻ സംവിധാനത്തിലേക്ക് കടന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ കൂടുതൽ പരിസ്ഥിതിക്ക് ഗുണകരമാകുന്ന പരിസ്ഥിതി സൗഹാർദ്ദ ട്രെയിനുകൾ ആണ് ഇന്ന് രാജ്യത്ത് ഉടനീളം സർവീസ് നടത്തുന്നത്. അതിൽ തന്നെ വേഗത എന്നതായിരുന്നു പ്രധാനപ്പെട്ട മാനദണ്ഡമായി പലപ്പോഴും റെയിൽ ഗതാഗതത്തിൽ കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും വേഗത്തിൽ യാത്രക്കാരന് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നതായിരുന്നു റെയിൽവേ സേവനങ്ങളുടെ പ്രധാനപ്പെട്ട ഗുണം എന്നത്. അതേസമയം പലപ്പോഴും ട്രെയിനുകൾ വൈകുന്നു എന്ന വാർത്തകളും നമ്മൾ നിരന്തരമായി കേൾക്കുന്ന സാഹചര്യമുണ്ട്. അത്രമേൽ വലിയ ബാഹുല്യമാണ് യാത്രക്കാരെ കൊണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടാകുന്നത്. അതുമാത്രവുമല്ല, അത്രയധികം സർവീസുകളുമാണ് ഇന്ത്യൻ റെയിൽവേ നടത്തുന്നത്. പലപ്പോഴായി ഇത്തരത്തിൽ വേഗത കൂടിയ വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിച്ച സാഹചര്യവുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയൊരു വികസന കുതിപ്പായിട്ടാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളെ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യ സെമി ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് ആയിരുന്നു വന്ദേ ഭാരത് എന്നത്. ആദ്യ സർവീസ് 2019 ഫെബ്രുവരി 15-നാണ് ആരംഭിച്ചത്. അത് ഡൽഹിയിൽ നിന്ന് വാരണാസി റൂട്ടിലേക്ക് ഉള്ള സർവീസ് ആയിരുന്നു. ഒരു പക്ഷേ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ വികസന കുതിപ്പുകളിൽ ഒന്നാണ് BJP ഈ വന്ദേ ഭാരതിനെ അവകാശപ്പെടുന്നത്. അതായത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി യാത്രകൾക്ക് അതിവേഗം കൈവരിക്കാൻ ഈ വന്ദേ ഭാരതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കിലോമീറ്ററിൽ ഏതാണ്ട് 1 മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ ട്രെയിനുകൾക്ക് അതിവേഗം സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത കൂടിയാണ് വന്ദേ ഭാരതിന് ഉള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത്, ഈ അതിവേഗ ട്രെയിനുകളിൽ പലതും
ദീർഘദൂര സർവീസുകളാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സമയക്രമം എന്നത് താളം തെറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷേ വന്ദേ ഭാരതിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഒരു ദിവസത്തിനകം നിൽക്കുന്ന യാത്രകൾ മാത്രമാണ് വന്ദേ ഭാരതിൽ ഉള്ളത്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഉള്ള യാത്രകൾ. അത് നിശ്ചിത സ്ഥലത്ത് നിന്ന് നിശ്ചിത സ്ഥലത്തേക്ക് വളരെ വേഗം ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കുന്നു എന്നതാണ് വന്ദേ ഭാരതിൻ്റെ പ്രത്യേകത. വന്ദേ ഭാരത് കേരളത്തിലേക്ക് എത്തുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ഇത് 3ാമത്തെ ട്രെയിൻ ആണ്. ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ 3ാമത്തെ സർവീസ് ആണ് ആരംഭിക്കുന്നത്. ഫ്ലാഗ് ഓഫ് ചെയ്തുവെങ്കിലും വരും ദിവസങ്ങളിൽ ആണ് ഇത് ഔദ്യോഗികമായി യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നത്. 2023 ഏപ്രിൽ 25 ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരതിൻ്റെ സർവീസ് ആരംഭിച്ചത്. അന്ന് വലിയ ആഘോഷത്തോടു കൂടി തന്നെയാണ് ഈ വന്ദേ ഭാരതിനെ ജനങ്ങൾ ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു ഈ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്. അങ്ങനെ തിരുവനന്തപുരത്തിനും കണ്ണൂരിനും ഇടയിൽ ആയിരുന്നു ഈ സർവീസ് ആരംഭിച്ചത്. അന്ന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പുകളിൽ അടക്കം ഈ വന്ദേ ഭാരത് എന്നത് ഒരു പ്രധാന വിഷയമായി മാറും എന്നുവരെ വിലയിരുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ ആസന്നമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വന്ദേ ഭാരത് വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത്. എന്തു തന്നെയായാലും ഒരു പ്രദേശത്തിൻ്റെ വികസനത്തിന് വലിയ തോതിൽ സഹായകരമാകുന്ന നിരവധിയായ യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വന്ദേ ഭാരത് സർവീസുകളുടെ എണ്ണം കൂടുമ്പോൾ അത് കേരളത്തിന് കൂടുതൽ പ്രയോജനപ്രദമാകുമെന്നതിൽ തർക്കമില്ല. നവമിയിലേക്ക് പോകുന്നു. നവമി ഒരുപക്ഷെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വന്ദേ ഭാരതിന് അത്രയധികം യാത്രക്കാർ ആണ് കേരളത്തിലുള്ളത്. 100%-ലധികം ബുക്കിങ്ങിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും സീറ്റുകൾ വളരെ പെട്ടെന്ന് റിസർവ് ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിലേക്ക് ഒരു വന്ദേ ഭാരത് കൂടി എത്തുമ്പോൾ അത് യാത്രക്കാർക്ക് എത്രത്തോളം പ്രയോജനപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി ഇന്ന് 4 വന്ദേ ഭാരതുകളാണല്ലോ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. അഭിലാഷ്, നമുക്കറിയാം സാധാരണ ബംഗളൂരുവിൽ നിന്നും എറണാകുളത്തേക്കുള്ള ട്രെയിനുകളുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ആഘോഷ ദിവസങ്ങൾ, ഓണം, ദീപാവലി, ക്രിസ്മസ് പോലെയുള്ള ആഘോഷ ദിവസങ്ങളിൽ ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇടയ്ക്കൊക്കെ ഉള്ളൂ ട്രെയിൻ, അതും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥ. തിങ്ങി നെരിഞ്ഞ് വരേണ്ടതാണ് സാധാരണ ബംഗളൂരിൽ നിന്നും വരുന്നവർ. പക്ഷേ അതിനൊക്കെ വലിയ ആശ്വാസം ആ സമയത്ത് തന്നെയാണ് ഈ ദീർഘദൂര ബസ്സുകൾ, ബംഗളൂരിൽ നിന്നും വരുന്ന ബസ്സുകളൊക്കെ നിരക്ക് കുത്തനെ ഉയർത്തുന്ന സാഹചര്യമാണ്. വിമാനത്തിലായാലും നിരക്ക് കുത്തനെ ഉയർത്തുന്നു. അങ്ങനെ ശ്വാസം മുട്ടി കേരളത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ബംഗളൂരുവിലെ മലയാളികൾക്ക് വലിയ സന്തോഷം തന്നെയാണ്, വലിയ ആഹ്ലാദം തന്നെയാണ്, സമാധാനം തന്നെയാണ് ഈ വന്ദേ ഭാരത് വന്നതോടുകൂടി സംഭവിക്കുന്നത്. 1500 രൂപ നിരക്കിൽ അവർക്ക് സുഖമായി സ്വസ്ഥമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ പ്രധാനമന്ത്രിയും ഒപ്പം കേന്ദ്രമന്ത്രിമാരായിട്ടുള്ളവരും മന്ത്രിമാരും എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അഭിമാനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു നാഴികക്കല്ലായി തന്നെ ഈ ഒരു വന്ദേ ഭാരതിനെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ എറണാകുളത്ത് നിന്നും സാധാരണ എറണാകുളത്ത് നിന്നും ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുന്നത്. ഇന്നിപ്പോൾ ഫ്ലാഗ് ഓഫ് ദിനമായതുകൊണ്ട് 8:30 തന്നെ വന്ദേ ഭാരത് പുറപ്പെട്ടു. ഞാനിപ്പോൾ തൃശ്ശൂരാണ് നിൽക്കുന്നത്. എത്ര വേഗത്തിലാണ് ഇവിടെ എത്തിയെന്ന് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. യാതൊരുവിധ സാധാരണ നമ്മളൊരു ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു തോന്നലുമില്ലാതെ AC-യിൽ സ്വസ്ഥമായി സുഖമായി നമുക്ക് യാത്ര ചെയ്ത് നമ്മൾ തൃശ്ശൂരിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ വന്ദേ ഭാരത് ഇന്ന് ഇപ്പോൾ ബംഗളൂരു വരെ സർവീസ് നടത്തും. അതിനുശേഷം നാളെ പുലർച്ചെ 5:10 ആയിരിക്കും തിരിച്ച് എറണാകുളത്തേക്ക് വരിക. ഇതിൻ്റെ സ്റ്റോപ്പുകൾ പറഞ്ഞാൽ കേരളത്തിൽ 3 സ്റ്റോപ്പുകളാണുള്ളത്. എറണാകുളം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കും. തൃശ്ശൂർ, പാലക്കാടുമാണ് 3 സ്റ്റോപ്പുകൾ. പിന്നീട് കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് ജംഗ്ഷൻ, സേലം, കൃഷ്ണരാജപുരം, ബംഗളൂരു. അങ്ങനെയാണ് ഈ ട്രെയിനുകൾ നിൽക്കുന്ന സ്റ്റോപ്പുകൾ. 8 മണിക്കൂറും 40 മിനിറ്റുമാണ് യാത്രാ സമയം. എറണാകുളം സൗത്ത് ജംഗ്ഷനിൽ നിന്നും വൈകിട്ട് 2:20 പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 11 മണിക്ക് ബംഗളൂരുവിലെത്തും. തിരിച്ചും അതുപോലെ തന്നെ തിരിച്ച് ഉള്ള സമയം രാവിലെ 5:10 പുറപ്പെട്ടാൽ 11 മണിക്കെത്തും. അങ്ങനെയാണ് ഇതിന്റെ സമയക്രമം ഉള്ളത്. എന്തായാലും സാധാരണ ആളുകളെ സംബന്ധിച്ച്, ബംഗളൂരു മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെയും അതായത് സമയക്രമത്തിന്റെ ഒരു വിശദാംശം തന്നെയാണ് നവമി നൽകിയത്. നവമി, തീർച്ചയായും ഞാൻ നവമിയിലേക്ക് എത്താം. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 11-ാം തീയതി മുതൽ ആണ് സർവീസ് ആരംഭിക്കുന്നത്.
എവിടെയൊക്കെയാണ് വന്ദേ ഭാരതിന് സ്റ്റോപ്പുകൾ ഉള്ളത്, എങ്ങനെയാണ് സമയക്രമം, ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പ്ലെയിനർ കൂടി നമുക്ക് കാണാം. KSR ബംഗളൂരു എറണാകുളം വന്ദേ ഭാരത് എക്സ്പ്രസ് യാത്ര തുടങ്ങുകയാണ്. ബംഗളൂരുവിനും എറണാകുളത്തിനുമിടയിൽ മലയാളികൾ കാത്തിരുന്ന ട്രെയിൻ സർവീസ് 2024 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 26 വരെ ബംഗളൂരു കന്റോൺമെന്റ് എറണാകുളം സ്പെഷ്യലായി ഒരു മാസം ഓടിയ വന്ദേ ഭാരത് സ്ഥിരമാക്കണമെന്ന മലയാളി കൂട്ടായ്മകളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. ബംഗളൂരുവിൽ നിന്ന് എറണാകുളം വരെ 630 കിലോമീറ്റർ ദൂരം 8 മണിക്കൂർ 40 മിനിറ്റിൽ പിന്നിടാനാകും. നിലവിൽ ബംഗളൂരു എറണാകുളം റൂട്ടിലെ വേഗമേറിയ പകൽ ട്രെയിനായ ഇന്റർസിറ്റി എക്സ്പ്രസ് 578 കിലോമീറ്റർ ദൂരം 10 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ടാണ് പിന്നിടുന്നത്. ഈ യാത്രാ സമയമാണ് 8 മണിക്കൂർ 40 മിനിറ്റിലേക്ക് വന്ദേ ഭാരതിലൂടെ ചുരുങ്ങുന്നത്. വന്ദേ ഭാരത് ഓടിത്തുടങ്ങുന്നതോടെ 600-ലേറെ സീറ്റുകൾ കൂടിയാണ് ബംഗളൂരു യാത്രക്കാർക്കായി അധികമായി ലഭിക്കുന്നത്. 11 സ്റ്റോപ്പുകളാണുള്ളത്. ബുധൻ ഒഴികെയുള്ള ദിവസങ്ങളിലാണ് സർവീസ്. സ്റ്റോപ്പുകളും സമയവും നോക്കാം. ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് രാവിലെ 5:10 KSR പുരത്തു നിന്ന് പുറപ്പെടും. 5:25 KR പുരത്തെത്തും. 7 മണിക്ക് ജോലാർപേട്ടെ, 8:13 സേലം, ഈറോഡിൽ 9, തിരുപ്പൂരിൽ 9:45, 10:33 കോയമ്പത്തൂരിൽ, 10:45 പോത്തന്നൂർ, 11:28 പാലക്കാട്, ഷൊർണൂരിൽ 12:11, തൃശൂർ 12:28. എറണാകുളം ജംഗ്ഷനിൽ 1:30 ട്രെയിൻ എത്തും. ഇനി തിരിച്ചുള്ള യാത്ര നോക്കാം. എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് 2665 നമ്പർ വന്ദേ ഭാരത് ഉച്ചയ്ക്ക് ശേഷം 2:20 പുറപ്പെടും. രാത്രി 11 ബംഗളൂരുവിലെത്തും. യാത്രാ സമയവും സ്റ്റേഷനുകളും നോക്കാം. എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 2:20 ട്രെയിൻ പുറപ്പെടുന്നത്. 3:17 തൃശൂർ, 4 മണിക്ക് ഷൊർണൂർ, 4:35 പാലക്കാട്, കോയമ്പത്തൂരിൽ 5:28, 6:03 തിരുപ്പൂരിൽ, ഈറോഡിൽ 6:45, സേലത്ത് 7:18, 9:05 ജോലാർപേട്ടയെത്തും. 10:23 KR പുരത്ത്, 11 മണിക്ക് KSR ബംഗളൂരുവിൽ യാത്ര അവസാനിക്കും. അറ്റകുറ്റപ്പണിക്കും ശുചീകരണത്തിനും സൗകര്യമൊരുക്കിയിട്ടുള്ളത് KSR യാർഡിലാണ്. എറണാകുളത്തിനും ബംഗളൂരുവിനുമിടയിൽ വന്ദേ ഭാരത് യാത്ര തുടങ്ങുന്നതോടെ യാത്രാസമയം കുറയ്ക്കാനാകും. മാത്രവുമല്ല 600ഓളം സീറ്റുകൾ തിരക്കുള്ള സമയങ്ങളിൽ വലിയ ആശ്വാസവും യാത്രക്കാർക്ക് സമ്മാനിക്കും.